الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم: ما من مسلم يموت له ثلاثة لم يبلغ الحنث إلا أدخله الله الجنة بفضل رحمته إياهم. رواه الإمام البخاري. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ബറക്കത്തുകളും നമ്മിലും നമ്മോട് ബന്ധപ്പെട്ടവരിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ ഇഷ്ടക്കാരായ ആളുകളിൽ അല്ലാഹു നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വർഗവാതിലുകൾ പരിചയപ്പെടുത്തി വന്ന കൂട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്ത് കടക്കാനുള്ള രണ്ട് വാതിലുകളാണ് ഉമ്മയും ബാപ്പയും എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ നേരെ വിപരീതമായി ഒരു ബാപ്പക്കും ഉമ്മക്കും സ്വർഗത്തിൽ പോകാനുള്ള വാതിലുകളായി വർത്തിക്കുന്നവരാണ് മക്കള് എന്നുള്ളതാണ്. ഇടയ്ക്കൊന്ന് രണ്ട് സമയത്തെപ്പോഴോ ഞാൻ ഇവിടെ തന്നെ അത് ഉണർത്തി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നത് ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒന്നുകൂടി ഊന്നി പറയുകയാണ്. ഇന്ന് കേൾപ്പിച്ച ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധരിക്കപ്പെട്ടു വരുന്നതാണ്. അല്ലാഹുവിൻ്റെ തിരുദൂതരുടെ ഖാദിമാണ് അനസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, ഏതൊരു മുസ്ലിമോ യമൂതു ലഹു സലാസത്തുൻ ലം യബ്ലുഗുൽ ഹിൻസ, പ്രായപൂർത്തി എത്താത്ത 3 മക്കൾ മരിച്ചു പോകുന്ന ഏതൊരു മുസ്ലിമോ ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മുസ്ലിമിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്താതിരിക്കൂല, കടത്തിയത് തന്നെ. ബിഫദ്ലി റഹ്മത്തിഹി ഇയ്യാഹും, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന റഹ്മത്തിന്റെ ആ ഒരു ബഹുമാനം കൊണ്ട്, അതിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു തആല തീർച്ചയായിട്ടും ഈ മുസ്ലിമിനെ സ്വർഗ്ഗത്തിൽ കടത്തും. പ്രായപൂർത്തി എത്താത്ത 3 മക്കൾ മരിച്ചു പോകുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് ഏകവചനം പറഞ്ഞത് എല്ലാ മുസ്ലിമും എന്ന് പറഞ്ഞാൽ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആണും പെണ്ണും ആരും എല്ലാം ഉൾപ്പെടും. അപ്പൊ വാപ്പയും ഉമ്മയും എല്ലാം ഉൾപ്പെടും എന്നാണ് അതിന്റെ സാരം. അപ്പൊ 3 പ്രായപൂർത്തിയെത്താത്ത മക്കൾ ഏതെങ്കിലും ഒരു ഉമ്മക്കും ബാപ്പക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ ബാപ്പമാർക്ക് സ്വർഗത്തിൽ പോകാനുള്ള വാതിലുകളാണ് ഈ മക്കള് മുഖേന ആ മക്കള് സ്വർഗത്തിൽ, ബാപ്പ മാതാപിതാക്കൾ സ്വർഗത്തിൽ പോകും എന്ന എത്രയോ കുടുംബത്തിൽ അങ്ങനെ കാണാൻ കഴിയുന്നത്. മക്കള് ചെറുപ്പത്തിൽ മരിച്ചു പോവുക, അത് ഗർഭാവസ്ഥയിൽ തന്നെ മരിക്കും, പ്രസവിച്ചതിന്റെ അനന്തരം താമസിയാതെ മരിക്കും. ഇത് പറയുന്നത് പ്രായപൂർത്തി എത്തുന്നതിന്റെ ഉള്ളിൽ, അതിന്റെ ഇടയിൽ മരിക്കുന്ന മക്കൾ 9 വയസ്സ് 10 വയസ്സ് 8 വയസ്സ് ഇങ്ങനെയൊക്കെ മരിച്ചു പോകുന്ന മക്കൾ. ഈ മക്കൾ മരിച്ചാൽ അതിന്റെ വലിയ ഗുണം അവരുടെ മാതാപിതാക്കൾക്ക് കിട്ടും. ഈ മാതാപിതാക്കൾക്ക് ഈ മക്കള് വാതിലുകളാകും, സ്വർഗത്തിന്റെ വാതിലുകളാകും. ഇതാണ് ആ ഹദീസിന്റെ താല്പര്യം. എന്തുകൊണ്ടാണ് ഈ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും ആ ആൾക്ക് ബാധകമാവുക. ഇന്ന കാര്യം ഹറാമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യൽ നിർബന്ധമാണ്, നിർബന്ധമുള്ള കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാവും, ഹറാമായ കാര്യം ചെയ്താൽ കുറ്റം ഉണ്ടാവും എന്നിങ്ങനെയുള്ള നിയമം ബാധിക്കുന്നത് ആണിനും പെണ്ണിനും പ്രായപൂർത്തി എത്തുമ്പോഴാണ്. അതുവരെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരിച്ചു പോകുന്ന കുട്ടികൾ പാപത്തിന്റെ കറ പുരളാത്തവരാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. അത്ര വലിയ പവർ കിട്ടാൻ കാരണം എന്താ? ഒരു പാപം ചെയ്യാത്തവർ. ഈ മക്കൾക്ക് വാത്സല്യം അല്ലാതെ മാതാപിതാക്കൾക്ക് ഈ മക്കളോട് വെറുപ്പുണ്ടാവില്ല. അതാണ് ആ പ്രായപരിധി. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന മക്കള് കുസൃതി കാണിച്ചാലും മാതാപിതാക്കൾക്ക് അതൊരു വേദനയോ വെറുപ്പോ ആയിട്ട് അനുഭവപ്പെടാറില്ല. അത് വാത്സല്യത്തിന്റെ ഭാഗമായിട്ടേ വരുള്ളൂ. എന്ത് ചെയ്താൽ അപ്പൊ മാതാപിതാക്കളുടെ വെറുപ്പ് തീരെ ഏശാത്ത ആളുകളാണ് ഈ ചെറിയ മക്കള്. ആ മക്കൾക്ക് വല്ലാത്ത പവറുണ്ട്. ഇപ്പൊ പ്രായപൂർത്തി എത്തി വലിയ ആളായി നോക്കി
വാപ്പാക്കൊക്കെ നല്ലോണം നന്മ ചെയ്യുന്ന ആളാണെന്ന് പറയുക. എന്നാലും എപ്പോഴെങ്കിലും വാപ്പാക്ക് മകനോട് ഒരു വെറുപ്പ് തോന്നുന്ന എന്തെങ്കിലും ഒരു പെരുമാറ്റമോ വിഷയങ്ങളോ ഉണ്ടാകാം സാധ്യത കൂടുതൽ. വാപ്പ ചിലപ്പോൾ പറയില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചിലപ്പോൾ വാപ്പ തുറന്നു പറയില്ല. പക്ഷെ വാപ്പാന് മനസ്സിലുണ്ടാവും അതൊന്നും ചെയ്തേ ശരിയായില്ല, ഓനൊരു വാക്ക് എന്നോട് ചോദിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും ഒരു വാപ്പാക്കളുടെ ഒരു വെറുപ്പ് മക്കളിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള മക്കളാവുമ്പോൾ, കുട്ടിക്കാലത്താവുമ്പോൾ ഈ പറയപ്പെട്ട വെറുപ്പുകൾ ഒന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാകാറില്ല. അപ്പോ ഒന്ന്, പാപത്തിന്റെ കറപുരളാത്തവരാണോ മക്കള്. രണ്ട്, മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിക്കാത്തവരാണ് അവര്. അതാണ് അവർക്ക് ആ പവർ കൂടിയത്. മാത്രമല്ല, ഈ കുട്ടിക്കാലത്ത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധം കുറച്ച് ശക്തമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വല്ലാത്ത കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ ആ വ്യക്തി എത്രത്തോളം നല്ലതാണോ ആ വ്യക്തിയോടൊപ്പം നമ്മളും നല്ലവരായി തീരുന്നു. അപ്പൊ ഈ മക്കളോട് മാതാപിതാക്കൾക്കുള്ള അറ്റാച്ച്മെന്റ്, അതിന് ഒരു പരിഗണന പടച്ചവന്റെ അടുത്തുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഈ മക്കൾ ഇങ്ങനെ മരിച്ചു പോയാൽ അവരുടെ കാരണത്താൽ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടുന്നത് എന്ന് ഇതിന്റെ വ്യാഖ്യാനമായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ സമാധാനിക്കണം. അങ്ങനെ മക്കളൊക്കെ മരിച്ച കുടുംബത്തിൽ മാതാപിതാക്കൾ സമാധാനിക്കണം. ഈ വിഷയം ഓർത്തിട്ട് അവർക്ക് സന്തോഷം മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യാം. ഈ ഹദീസ് വായിച്ചപ്പോ പറഞ്ഞപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചോദ്യം വന്നു, നബിയെ, പിന്നെ ഒരു പെണ്ണുങ്ങളാ ചോദിച്ചത്, ദൂതരെ 2 മക്കൾ മരിച്ചാലോ? ഇപ്പൊ 3 പറയുന്നത്, 2 മക്കൾ മരിച്ചാലോ? അപ്പൊ അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, 2 ആള് മരിച്ചാലും ആ മക്കൾ ഈ മാതാപിതാക്കൾക്ക് സ്വർഗവാതിലുകളാണ്, സ്വർഗത്തിൽ കിടക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹദീസിൽ റിപ്പോർട്ടിൽ വരുന്നുണ്ട്, ആ സ്ത്രീ പറയാണ്, പിന്നെയും ചോദിക്കാൻ നാണിച്ചത് കൊണ്ട് ചോദിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം എന്താ ഉണ്ടാവുക? ഒരു കുട്ടി മരിച്ചാലോ റസൂലേ എന്നല്ലേ ചോദിക്കാം. അപ്പൊ അത് പിന്നെയും ചോദിക്കുന്നതിനും ഇല്ലേ ഒരു നാണോ, ഒരു അതിർത്തി. അത് വെച്ചുകൊണ്ട് 3 എന്ന് പറഞ്ഞപ്പോ എന്നാ 2 ആയിക്കൂടാനും ചോദിച്ചു, 2 എന്ന് പറഞ്ഞപ്പോ എന്നാ 1 ആയിക്കൂടാനും ചോദിക്കാന്നുള്ള എന്തെങ്കിലും ഒരു അതവുകേട് അതിൽ വരേണ്ടതാണ്. അഥവാ അതിന്റെ സൂചന ഒരു കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചാൽ അപ്പോഴും ആൻസർ യെസ് എന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതരണം എന്നും ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പവറും ഗുണവും ലഭിക്കാൻ മാതാപിതാക്കൾ പുലർത്തേണ്ടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ലോണം ക്ഷമിക്കണം. മനസ്സിന് നല്ല ക്ഷമ വേണം. നമുക്കൊരു പ്രയാസം തോന്നരുത്, വല്ലാത്തൊരു ഇടങ്ങേറിൽ ഞാൻ പെട്ടല്ലോ, ആറ്റുനോറ്റ് കിട്ടിയതാ, അതും ബാക്കിയായില്ല, എന്താണ് എന്നോട് ഇത്ര ക്രൂരത ആളുകൾക്ക്, അല്ലെങ്കിൽ പടച്ചോൻ എന്താ എന്നോട് ഇങ്ങനെ കടുപ്പം കാണിക്കുന്നത് എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നാൽ നമുക്ക് ക്ഷമല്ലാന്നല്ല. അപ്പൊ നമ്മുടെ മനസ്സ് ക്ഷമിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ, അള്ളാഹിലേക്ക് പോകേണ്ടവരല്ലേ, എല്ലാവരും അള്ളാഹിലേക്ക്. ഈ കുഞ്ഞിനെ തന്നയാണ്, എടുത്തതും തന്നയാണ്. ഈ ഒരു ക്ഷമാ മനസ്സ് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഉണ്ടാവണം. 2, ഈ കുഞ്ഞുങ്ങൾ മരിച്ചാൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അള്ളാഹിന്റെ അടുക്കലുള്ള പ്രതിഫലത്തെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കണം. തറാവീഹ് നിസ്കാരത്തെ കുറിച്ചൊക്കെ തിരുനബി പഠിപ്പിച്ച എന്താണ്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഒരാൾ റമദാനിൽ തറാവീഹ് നിസ്കാരം നിർവഹിച്ചത് എങ്ങനെ? ഈമാനൻ, വിശ്വാസവും ഉണ്ടായി, വഹ്തിസാബൻ, ഇതിന്റെ വണ്ണമായ കൂലി കിട്ടണം എന്ന ആഗ്രഹവും ഉണ്ടായി. ഇത് 2 കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ കാല പാപങ്ങളൊക്കെ നമുക്ക് പുറത്തപ്പെടും എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ നമുക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള കൂലി കിട്ടണം, പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുമ്പോൾ ആ മരണത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. അതോടൊപ്പം ഇതിന്റെ പ്രതിഫലം, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഗുണങ്ങൾ എനിക്ക് കിട്ടണം, എനിക്ക് അതാണ് ആഗ്രഹം, ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം കിട്ടണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഈ 2 ഷർത്തുകളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. മക്കൾ മരിച്ചുപോയ കുടുംബങ്ങൾ എല്ലാവരും കുറേയുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും ഈ പറയപ്പെട്ട രൂപത്തിൽ സ്വർഗം കടക്കാനുള്ള വാതിലുകളായി ആ മക്കളെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല നമുക്ക്
തന്നിട്ടുള്ള മക്കളെയൊക്കെ ആഫിയത്തോടുകൂടെ സൽസ്വഭാവമുള്ളവരായി അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.